കുടുംബങ്ങളിലിരുന്നുകൊണ്ട് ഭയങ്കരമായിട്ട് വലിയ ബുദ്ധിയുള്ളതുപോലെ ചില കാരണവന്മാർ അടിച്ചു വിടുന്ന കുറേ സാധനങ്ങളാണ് ഈ ഗൾഫിലുള്ള പണം കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുറുക്കൻ പോലും ഇല്ലാതെ എല്ലാവരും ഉപേക്ഷിച്ച് പോകുന്ന, ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഇഷ്ടം പോലെ സ്ഥലങ്ങൾ ലോകത്ത് മുഴുവനുമുണ്ട്. അതായത് അവിടെ സാഹചര്യം വളരെ മോശമായതുകൊണ്ട് ആളുകൾ ഉപേക്ഷിച്ച് പോവുകയും പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതിരിക്കുന്നു. അങ്ങനെയുള്ള ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. അത് നവലിബറലിസത്തിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് ഇഷ്ടം പോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. കേരളം അങ്ങനെയല്ല. കേരളം അതിന് 100% വിരുദ്ധമായിട്ടാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്നും കുറേ ആളുകൾ മിഡിൽ ഈസ്റ്റിലേക്ക്, ഈ വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. അവിടേക്ക് ആളുകൾ പോകുന്നതിനുള്ള പ്രധാന കാരണം എന്തായിരുന്നു? അത് തന്നെ ആദ്യമേ ആലോചിക്കേണ്ടത്. 1970കളിൽ ഈ ഓയിൽ ബൂം അവിടെ സംഭവിക്കുന്നു. ഓയിലിന് ഭയങ്കരമായിട്ട് വില കൂടുന്നു. അപ്പോൾ ഇറാഖ്, കുവൈറ്റ്, സൗദി എല്ലാ രാജ്യങ്ങളിലും ആ ഓയിലിൻ്റേതായ ഒരു ബെനഫിറ്റ്, അതിൻ്റേതായ ഒരു ഉണർവ് അവരുടെ ഇക്കോണമികളിലേക്ക് പണത്തിൻ്റെ രൂപത്തിൽ വരുമ്പോൾ അവർക്ക് അവിടെ ഒരു വലിയ സാമൂഹിക സ്ട്രക്ചർ തന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്, അല്ലേ? കുറേ ബിൽഡിങ്ങുകളും അക്കൗണ്ടൻറ്റുമാരെ ആവശ്യമുണ്ട്, അവർക്ക് എഞ്ചിനീയർമാരെ ആവശ്യമുണ്ട്, അവർക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ, ഡോക്ടർമാരെയും വേണ്ടി ഇഷ്ടംപോലെ ആളുകൾ ആവശ്യമുണ്ട്. ഇപ്പോൾ ഈ സാഹചര്യത്തിലാണ് ശരിക്കും അവർ ലോകത്തിലേക്ക് അവർ തുറക്കുന്നത്, ലോകത്തിലേക്കുള്ള വാതിലുകൾ അവർ തുറക്കുന്നത്. പക്ഷേ അന്ന് തുറക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് കുറേ പേരെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടോ കേരളത്തിൽ നിന്ന് കുറേ പേരെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടോ അല്ല. ഇത് ഒരു കാലത്തും അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ അല്ല. നമ്മൾ 1970 മുതൽ തുടങ്ങിയിട്ട് ഇനി 95, 99 വരെ നമ്മൾ കേരളത്തിൽ നിന്ന് ആളുകളെ ദുബായിലേക്ക് കൊണ്ടുവരാം, അത് കഴിയുമ്പോൾ നമ്മൾ ഖത്തറിലേക്ക് കൊണ്ടുവരാം, പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ ബഹ്റൈനിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഒരു പ്ലാനും അല്ല. കുറച്ചാളുകളെ തുറന്നു വച്ചിരിക്കുന്ന ലോകത്തേക്ക് ഇപ്പം നമ്മുടെ നാട്ടിൽ പണിക്ക് വേണ്ടി കുറേ ആളുകൾ ഒഡീഷയിൽ നിന്നും ബംഗാളിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും വരുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ആ വരുന്ന കൂട്ടത്തിൽ ഏറ്റവും മിടുക്കന്മാരായിരുന്നത് മലയാളികളായിരുന്നു. അതുകൊണ്ടാണ് അവരവിടെ നിന്നത്. അതുകൊണ്ടാണ് അവരവിടെ വളർന്ന് ഉയർന്ന് മുകളിലേക്ക് വരുന്നതും അവിടെ അവർ പടർന്ന് പന്തലിച്ചതും. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള ഏത് രാജ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഏറ്റവും അതിൻ്റെ ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റുന്നത് സൗദി അറേബ്യ ആയിരിക്കും, അല്ലെങ്കിൽ എമിറേറ്റ്സിലെ ഏത് രാജ്യം എടുത്താലും മതി. കുറച്ച് മാത്രം അവരുടെ പൗരന്മാർ, ആ പൗരന്മാർക്ക് ഇഷ്ടം പോലെ ജോലികളൊക്കെ കൊടുക്കും. കാരണം ഓയിൽ റവന്യൂവിൻ്റെ ഭാഗമായി റോയൽറ്റി കൊടുക്കുന്ന പോലെ അവർക്കൊക്കെ ഇഷ്ടം പോലെ ജോലികളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അത്രയും വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമില്ല. കാരണം അവർ ജീവിതം എൻജോയ് ചെയ്യാണ്. ലോട്ടറി അടിച്ചാണല്ലോ അവർക്ക്. കാരണം ജനിച്ച് വീഴുന്നു, ഇത്രയും സമ്പന്നമായ ഒരു രാജ്യത്തേക്ക് ജനിച്ച് വീഴുന്നു, അവർക്ക് അതിൻ്റെ ലോട്ടറി കിട്ടുന്നു, ആ ലോട്ടറി കൊണ്ട് അവരങ്ങ് ജീവിച്ച് പോവുകയാണ്. ഒരു കുഴപ്പവുമില്ല, അതങ്ങനെ പോകുന്നു. പക്ഷേ അവർക്ക് അവിടെ പണി ചെയ്യാൻ ആൾ വേണം. അപ്പോൾ ആളുകളെ കൊണ്ടുവരികയാണ്. യു പിയിൽ നിന്നോ അല്ലെങ്കിൽ ബീഹാറിൽ നിന്നോ മഹാരാഷ്ട്രയിൽ നിന്നോ എന്തുകൊണ്ട് അവിടെയുള്ള ആളുകൾക്ക് പോകാൻ പറ്റിയില്ല? അതാണ് അവിടെ ചോദിക്കേണ്ട ചോദ്യം. പോകുന്നുണ്ട്, എല്ലാ നാട്ടിൽ നിന്നും കുറച്ച് ആളുകൾ പോയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് കേരളത്തിൽ നിന്നും പുറത്തേക്ക് മൈഗ്രേഷൻ നടത്തിയതുപോലെ അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല? അതിന് കാരണം എന്ന് പറഞ്ഞാൽ വിഭവശേഷി അത്രയും കുറവായിരുന്നുകൊണ്ടാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഇവിടെയുള്ള വിദ്യാഭ്യാസ രംഗത്തിൻ്റെയും വ്യക്തമായ ഇംഗ്ലീഷ് പഠനത്തിൻ്റെയും നല്ല രീതിയിലുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെയും ഇഫക്റ്റാണ് കേരളത്തിലുള്ള ആളുകൾ അത്രയും നല്ല വിദ്യാഭ്യാസം നേടിയിരുന്നവരായിരുന്നുള്ളത്. അപ്പോൾ യു പിയിൽ നിന്നോ ബീഹാറിൽ നിന്നോ ബംഗാളിൽ നിന്നോ കൈത്തൊഴിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങോട്ട് പോകുമ്പോൾ കേരളത്തിൽ നിന്ന് പോയിരുന്നവർ കൈത്തൊഴിൽ ചെയ്യാൻ പറ്റുന്നവരും എഞ്ചിനീയർമാരും അക്കൗണ്ടൻറ്റുമാരും ക്ലർക്കുമാരും ഇങ്ങനെയുള്ള ഒരുപാട് ജോലികൾ ചെയ്യാനുള്ള ആളുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ പോയിട്ടുള്ള ആളുകൾ കംപ്ലീറ്റ് ഇനി അടുത്ത രണ്ടാമത്തെ നറേറ്റീവാണ്, ഇവരുടെ പണം കൊണ്ടല്ലേ കേരളം വലുതായെന്ന്. അത് പറയുന്ന ആളുകളോട് അതൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ പറയണം. അതെങ്ങനെയാണ്, നിങ്ങളൊന്ന് വിവരിക്കുമോ, അതെങ്ങനെ, അതിൻ്റെ ആ പണത്തിൻ്റെ ഒഴുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ആ നാട്ടിലുള്ള ജനങ്ങൾ ഓക്കെ, അവിടെ നിന്ന് കുറേ പണം ഉണ്ടാക്കുന്നു, ഫോറിൻ കറൻസിയിലാണ്, അതുകൊണ്ട് തന്നെ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അവരിങ്ങോട്ട് ചീഫ് മിനിസ്റ്ററിന് പണം അയച്ചു കൊടുക്കുന്നു, ചീഫ് മിനിസ്റ്റർ DRFലേക്ക്, ഡിസാസ്റ്റർ ഫണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്നതാണോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ലല്ലോ, അവരുടെ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു, ഇല്ല അവരുടെ വീട്ടുകാർക്ക് കഴിയാൻ വേണ്ടി അയച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ വേറെ നാട്ടിൽ നിന്ന് പുറത്തു പോകുന്നവർ എന്താ ചെയ്യുന്നത്? കേരളത്തിൻ്റെ വിടൂ, വേറെ നാട്ടിൽ നിന്ന് പുറത്തു വരുന്നവരൊക്കെ എന്താ ചെയ്യുന്നത്? ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? ഇത് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ നാട്ടിൽ നിന്ന് പുറത്തു പോകുന്നവർ ഇത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ എവിടെയാണ് കേരളത്തിന് വ്യത്യാസം വരുന്നത്? നിങ്ങളിപ്പോൾ രാജസ്ഥാനിൽ പോയിട്ട് ജയ്സാൽമറിൽ നിന്നുള്ള ഒരു കുട്ടി എൻജിനീയറിങ് കഴിഞ്ഞ് ബാംഗ്ലൂർ വരുന്നു, ബാംഗ്ലൂരിൽ വന്ന് കുറച്ച് കാലം ജോലി ചെയ്ത ശേഷം അമേരിക്കയിൽ പോകുന്നു വിചാരിക്കുക, കുറേ പണം ഉണ്ടാക്കി 10 വർഷം കഴിഞ്ഞ് തിരിച്ചു വരികയാണെന്ന് വിചാരിക്കുക. ജയ്സാൽമറിൽ വീട് വയ്ക്കുമോ, ജയ്പൂരിൽ വീട് വയ്ക്കുമോ? നിങ്ങൾ ആ രാജസ്ഥാനിലുള്ള ആളോട് ചോദിച്ചാൽ മതി. കൃത്യമായി 100% ഞാൻ എഴുതി തരാം. ഉത്തരം പറയുന്നത് ജയ്പൂരായിരിക്കും, അല്ലെങ്കിൽ ബാംഗ്ലൂരായിരിക്കും, അല്ലെങ്കിൽ ഹൈദരാബാദിലായിരിക്കും. ഇതാണ് കേരളവും ബാക്കി സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇത് തന്നെയാണ് വളരെ എവിഡൻ്റായിട്ട് നമുക്ക് കേരളത്തിൻ്റെ വികസനത്തിൽ കാണാൻ പറ്റുന്നത്. കേരളത്തിൻ്റെ വികസനത്തിൽ ഗൾഫ് പണം ഒഴുകി എന്നുള്ളതല്ല കേരളത്തിൻ്റെ വികസനം. ഗൾഫ് പണം
ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡായി ഒഴുകി എന്നുള്ളതാണ് കേരളത്തിൻ്റെ വികസനത്തിൽ ഗൾഫ് പണത്തിൻ്റെ ഇമ്പാക്റ്റായി വന്നിരിക്കുന്നത്. വേറെ ഏത് നാട്ടിലാണെന്നുണ്ടെങ്കിലും ആ നാടിൻ്റെ തലസ്ഥാനത്തിൻ്റെ റിയൽ എസ്റ്റേറ്റിന് വില കൂടുകയും, ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു രാജസ്ഥാൻകാരനും ഒരു മലയാളിയും ഒരേ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും, എന്നിട്ട് ആ മലയാളി, ഇവർക്ക് രണ്ടുപേർക്കും 10 ലക്ഷമാണ് സേവ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുക. ആ 10 ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ രാജസ്ഥാൻകാരൻ ആ 10 ലക്ഷം ജയ്പൂരിലൊരു ഫ്ലാറ്റിന് ഡൗൺ പേയ്മെൻറ്റായി കൊടുക്കും. അതേസമയം മലയാളി, അത് ഏതെങ്കിലും ഗ്രാമത്തിൽ നിന്നുള്ള ആളായിരിക്കും ഈ രാജസ്ഥാൻകാരൻ, പക്ഷേ ജയ്പൂരിലുള്ള ഒരു ഫ്ലാറ്റിന് 10 ലക്ഷം ഡൗൺ പേയ്മെൻ്റ് ആയിട്ടേ കൊടുക്കുകയുള്ളൂ. അതേസമയം മലയാളി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ 10 ലക്ഷം കൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ, ഇടുക്കിയിലോ അല്ലെങ്കിൽ വല്ല പാലക്കാടിൻ്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലോ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ചെന്നിട്ട് ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ കിട്ടും. ഇതാ വ്യത്യാസം. ഈ കേരളത്തിൽ പാലക്കാട് നിന്നുള്ള മലയാളിക്കോ ഇടുക്കി എന്നുള്ള മലയാളിക്കോ കോട്ടയത്ത് നിന്നുള്ള മലയാളിക്കോ കൊച്ചിയിൽ ഫ്ലാറ്റ് വാങ്ങിക്കണമെന്നോ തിരുവനന്തപുരത്ത് ഫ്ലാറ്റ് വാങ്ങിക്കണമെന്ന് പറയുന്ന ഒരു അദമ്യമായ ആഗ്രഹത്തിൻ്റെ പുറത്തല്ല അവർ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നത്. ഇതാണ് അതിനകത്തുള്ള വ്യത്യാസം. ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ഇക്വിറ്റബിളായിട്ടുള്ള ഡെവലപ്മെൻറ്റ് എത്തിച്ചു എന്നുള്ളതാണ് കേരള മോഡലിൻ്റെ തന്നെ അടിസ്ഥാന തത്വം. ഇതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് പോയി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു വന്ന് നാട്ടിൽ വന്ന് സുഖമായി ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ടാണ് കൂടുതൽ ആളുകൾക്ക് ഗൾഫിലേക്ക് പോകാൻ പറ്റുന്നത്. അല്ലാതെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും അങ്ങ് രക്ഷപ്പെട്ട് ഇനി ഒരിക്കലും ഞാൻ ഇവിടെ തിരിച്ചു വരില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരിക്കലും ഇത് സംഭവിക്കില്ലായിരുന്നു. കേരളത്തിൻ്റെ വികസന മോഡലിന് ഗൾഫ് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗൾഫിന് പ്രാധാന്യമുണ്ട്, പക്ഷേ കേരളത്തിൻ്റേതായ തനതായ പ്രാധാന്യമുണ്ട്. കാരണം കേരളത്തിലായതുകൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത്. മറ്റൊരു സംസ്ഥാനത്തായിരുന്നു ഇതേപോലെയെങ്കിൽ ആദ്യത്തെ ഒരു വേവ് 70 മുതൽ 80 വരെയുള്ളൊരു വേവ് കഴിയുമ്പോൾ അത് തീർന്നതാണ്. നിങ്ങൾക്കത് ഉദാഹരണം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ പഞ്ചാബിൽ കാനഡയും തമ്മിലുള്ള ആ ബന്ധം നോക്കിയാൽ മതി. പഞ്ചാബിൽ നിന്നും ചെറുപ്പക്കാർ കാനഡയിലേക്ക് പോകുന്നുണ്ട്. അത് തിരിച്ച് വന്നിട്ട് പഞ്ചാബിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, തിരിച്ച് വന്ന് കൂടുതൽ കുട്ടികളെ പഞ്ചാബിൽ നിന്ന് കാനഡയിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട്. പക്ഷേ പഞ്ചാബ് 1970 ഉണ്ടായിരുന്ന പഞ്ചാബിനേക്കാളും മനോഹരമായ ഒരു പഞ്ചാബായി മാറുകയല്ല 40 വർഷം കൊണ്ട് ചെയ്തത്. പഞ്ചാബിൻ്റെ അവസ്ഥ മോശമാവുകയാണ് ചെയ്തത്. അതേസമയം കേരളത്തിനകത്ത് നിന്നാണെങ്കിൽ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞ അവസ്ഥ, ഇപ്പോഴുള്ള അവസ്ഥ നോക്കിയാലും മതി, നമ്മളൊരു 40 വർഷം മുമ്പ് കണ്ടിരുന്ന കേരളമാണോ ഇപ്പോൾ കാണുന്നത്? അത് എല്ലാവർക്കും വ്യക്തമായി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ. നമ്മളിങ്ങനെ അടിക്കടി വികസനം ഇങ്ങനെ ഓരോ 5 വർഷം കൂടുമ്പോഴും വികസനത്തിൻ്റെ പുതിയ ഓരോ പാതകൾ വെട്ടി തുറന്ന് നമ്മളിങ്ങനെ ബെറ്ററായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ സ്കൂളുകൾ 40 വർഷം മുമ്പാണ് സർക്കാർ സ്കൂളുകളാണ് ഇവിടെ. നിങ്ങൾ പഞ്ചാബിൽ പോയി നോക്കണം സർക്കാർ സ്കൂളുകൾ എങ്ങനെയാണെന്നുള്ളത്. അല്ല, ഞാൻ പഞ്ചാബിനെതിരെ എന്തെങ്കിലും പറയാം, എല്ലാവർക്കും രാഷ്ട്രീയമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാനങ്ങനെ ഒരു സംസ്ഥാനത്തെയും മോശമായി കാണുന്ന ഒരാളല്ല. രാഷ്ട്രീയമായ പല പ്രശ്നങ്ങളുണ്ട് അവിടെ. പക്ഷേ എന്തായാലും ശരി, സവിശേഷമായ കേരളത്തിൻ്റെ സാഹചര്യം ഉണ്ടാക്കിയത് കേരളത്തിലെ ഈ രാഷ്ട്രീയ പാർട്ടികളാണ്. കേരളത്തിലെ രാഷ്ട്രീയത്തിന് അങ്ങനെ ഒരു വ്യക്തമായ ഒരു ബോധമുണ്ടായിരുന്നു. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, മനുഷ്യൻ്റെ വികാസമാണ്, മനുഷ്യൻ്റെ നിലനിൽപ്പാണ് അടിസ്ഥാനപരമായി, അല്ലാതെ ഫ്ലൈ ഓവറുകളുടെ എണ്ണമോ ഫ്ലാറ്റുകളുടെ എണ്ണമോ ഫ്ലാറ്റുകളുടെ പൊക്കമോ മാളുകളുടെ എണ്ണമോ അല്ല കേരളത്തിലെ ഒരു വികസനത്തിൻ്റെ മോഡൽ. ആ ഒരു മോഡൽ പാലിക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് ഒരു കുട്ടി 21-22 വയസ്സായാലും അവൻ ഗൾഫിൽ പോയിട്ട് ഒരു കുഴപ്പവുമില്ലാതെ അവൻ തിരിച്ച് നാട്ടിലേക്ക് പണം അയക്കുക, അവൻ്റെ ഗ്രാമത്തിൽ ഒരു വീട് വയ്ക്കാൻ അവനൊരു ബുദ്ധിമുട്ടുമില്ലായിരിക്കുന്നു. കാരണം ആ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നല്ല, ഈ ഗ്രാമത്തിൽ വികസനം വരണമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാതെ അവർ വിചാരിക്കുന്നത് തിരുവനന്തപുരത്ത് ഒരു ഫ്ലൈ ഓവർ വന്നു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് ആരും വിചാരിക്കുന്നില്ല. ഇത് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന എല്ലാ പൗരൻ്റെയും മലയാളി എന്ന രീതിയിലുള്ളൊരു പൗരത്വ ബോധമാണ്. ആ പൗരത്വ ബോധം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ വികസന മോഡൽ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ ഗൾഫിൽ നിന്ന് പണം അയക്കുന്നുണ്ടല്ല. ഈ പൗരത്വ മോഡൽ ഇങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം ഗൾഫ് മാറി ഇനി മറ്റൊരു സ്ഥലമാവുകയാണെങ്കിൽ ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ആ മോഡലിൻ്റെ അടിസ്ഥാനമായി വരുന്നത്. അല്ല, ഗൾഫ് എന്ന് പറയുന്ന ഒരു സോഴ്സ് അല്ല. ഗൾഫിൽ നിന്നുള്ള പണം എടുത്ത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ചെലവഴിച്ച പോലെ നിന്നിരുന്നെങ്കിൽ കേരളവും ഈ 10% കോടീശ്വരന്മാരുടെ ഒരു സ്ഥലമായി മാറിയേനെ. കേരളത്തിൽ നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിനീളം നിങ്ങൾക്ക് പണ്ടാരമടങ്ങിയ ഗ്രാമങ്ങൾ കാണാൻ പറ്റിയേനെ, ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ പോകുന്ന പോലെ. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യമേ അല്ലല്ലോ കേരളത്തിൽ. 10 കിലോമീറ്റർ കൂടുന്തോറും വലിയ ടൗണുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അതായത് അത്രയും വൈബ്രൻ്റായി അങ്ങോളം ഇങ്ങോളം ആളുകൾ സുഖമായി ജീവിക്കുന്ന, കുട്ടികൾ ആർത്തുല്ലസിച്ച് സ്കൂളിൽ പോകുന്ന, ഇഷ്ടംപോലെ ഈ ക്രയവിക്രയങ്ങൾ നടക്കുന്ന ജംഗ്ഷനുകളും ചന്തകളും മാർക്കറ്റുകളും ഹോട്ടലുകളും ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കേരളം കാണാൻ പറ്റുന്നത്. ഈ കാണാൻ പറ്റുന്നതിൻ്റെ സാഹചര്യം ഉണ്ടാക്കിയത് കേരളത്തിലെ രാഷ്ട്രീയമാണ്. പക്ഷേ ആ കേരളത്തിലെ രാഷ്ട്രീയത്തിന് ബൈ ഡീഫോൾട്ട് അത് പറയുമ്പോൾ തന്നെ അതിനകത്ത് നെഗറ്റീവായി വരുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പണക്കാരെ നമുക്കത്ര ബഹുമാനമില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ചില ആളുകൾക്ക്. അപ്പം ഞാനൊരു പണക്കാരനല്ലടാ, എന്നെ ഒന്ന് ബഹുമാനിച്ചൂടെ എന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ ചില NRIകൾക്കും ആ പ്രശ്നമുണ്ട്. അതായത് കുറേ പണം ഉണ്ടല്ലോ അവരുടെ കയ്യിൽ,
അപ്പം ഞാൻ നാട്ടിൽ വരുമ്പോഴത്തേക്ക് എനിക്കൊരു വെയിറ്റ് ഇല്ലെന്ന്. കാരണം ഇതൊരു വലിയ സംഭവമല്ല ഇവിടെ. ഇതൊരു വളരെ കോമൺ ആയൊരു കാര്യമാണ്. ഇത് വളരെ സാമാന്യമായൊരു സംഭവമാണ് കേരളത്തിൽ. അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും ഒരേ വെയിറ്റ്. ഓട്ടോറിക്ഷ ഡ്രൈവറിനും ഈ ഗൾഫിൽ നിന്ന് പണം ഉണ്ടാക്കി വരുന്ന ആളിനും പിന്നെ ഈ ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്ന ആളിനും സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറിനും എല്ലാവർക്കും ഒരേ വെയിറ്റ്. ഇതാണ് കേരളത്തിൻ്റെ ഒരു രീതി. ആ രീതി പിടിക്കാത്ത ആളുകളാണ് ഈ പറയണ മറ്റേ ഗൾഫിൽ നിന്നുള്ള പണമല്ലേ, അല്ലെങ്കിൽ ഈ പണക്കാരുടെ പണമല്ലേ, രാജാവിൻ്റെ പണമല്ലേ, ഇതെല്ലാം ഒരൊറ്റ നറേറ്റീവാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു പല പല നറേറ്റീവുകളല്ല. ഇത് ഒരേ പ്രതിഭാസമാണ്. അതായത് അത് കേരളത്തിൻ്റെ മോഡലിനെ പുച്ഛിക്കാൻ വേണ്ടിയിട്ട് ഒരു ന്യായം കണ്ടുപിടിക്കലാണ്. സിംഗപ്പൂർ ആയത് എന്താ, ആകാത്തത് എന്താ, അല്ലെങ്കിൽ മറ്റേ ഇതാവാത്തത് എന്താ, ദുബായ് ആവാത്തത് എന്താ, ഗൾഫിൽ നിന്നുള്ള പണമല്ലേ, അല്ലെങ്കിൽ മറ്റേ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമല്ലേ, മിഷണറികളല്ലേ, ഇതിങ്ങനെ ഈ സകല കഥകളും ഇതെല്ലാം ഒരൊറ്റ നറേറ്റീവാണ്. ആ നറേറ്റീവിൻ്റെ പലവിധ പോയിന്റുകളാണ്. അവർക്ക് എങ്ങനെയെങ്കിലും കേരള മോഡലിനെയാണ് താഴ്ത്തേണ്ടത്. കേരള മോഡലിന് എന്താണ് വ്യത്യാസമുള്ളത്? അവരുടെ ഒരു സാഹചര്യം അനുസരിച്ച് ഈ നാടുവാഴികളെയോ തമ്പുരാന്മാരെയോ ഈ ഭയങ്കര പണക്കാരെയോ ഒന്നും നമ്മളങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇനിയെങ്കിലും ഒന്ന് പണക്കാരെയൊക്കെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന പോലെയാണ്. അതിൻ്റെ ഒരു നറേറ്റീവിൻ്റെ ഭാഗമായിട്ട് ഇത് പറയുന്നതാണ്. അടിസ്ഥാനപരമായി കേരള മോഡലിന് ഒരു കുഴപ്പവുമില്ല. അതിനി ഒരു പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനുമില്ല. ഇനി ഈ കടത്തിൻ്റെ കേസും പറയാറുണ്ട്. ഈ കടത്തിൻ്റെ കേസും ഇഷ്ടം പോലെ പറയാറുണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ആവശ്യത്തിൽ കൂടുതൽ കടമുണ്ട്. ഈ ഇത്രയധികം വികസന മുരടിപ്പുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും സംസ്ഥാനം സർപ്ലസ് ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ഭരണാധികാരികളുടെ ചെള്ളയിലിട്ടൊരു കുത്താണ് നിങ്ങൾ കൊടുക്കേണ്ടത്. കാരണം ഇത്രയധികം വികസനങ്ങൾ ചെയ്യാനുള്ള കാലത്താണ് ഇത്രയധികം ഇൻഫ്ലേഷൻ, അതായത് നാണ്യപ്പെരുപ്പം ഇത്രയും കൂടിയിരിക്കുന്ന ഒരു സമയത്ത് ഇന്ന് ചെയ്യുന്നതിനേക്കാൾ എത്രയോ മോശമായിരിക്കും ഇനി 10 വർഷം കഴിഞ്ഞാൽ ചെയ്യാൻ. അഡ്വാൻസായി കടമെടുത്ത് എത്രയും പെട്ടെന്ന് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുകയും സമൂഹത്തിൽ എന്തെങ്കിലും ഇപ്പോൾ റോഡ് നല്ലവണ്ണം കെട്ടുക, സ്കൂളുകൾ കെട്ടുക, ആശുപത്രികൾ കെട്ടുക ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ കേരളത്തിലൊക്കെ അതാണ് നടക്കുന്നത്. അപ്പോൾ ആ മോഡൽ ചിലർക്കൊന്നും ഇത് കണ്ടിട്ട് അത്രയ്ക്ക് പിടിക്കുന്നില്ല, മനസ്സിലായില്ലേ? അതങ്ങനെ ആകുമ്പോഴത്തേക്കിങ്ങനെ ഓരോ ന്യായീകരണങ്ങൾ ഇങ്ങനെ പറയും. ഇതെല്ലാം പല പ്രതിഭാസങ്ങളൊന്നും അല്ല, ഇതൊരൊറ്റ പ്രതിഭാസം തന്നെ. ആ ഒരൊറ്റ പ്രതിഭാസം, ആ പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ട് പുതിയ പുതിയ പോയിന്റുകൾ വരണതാണ്. അത്രയേ ഉള്ളൂ.